നമുക്ക് 3 ഡൈസ് ഉണ്ട്. നമ്മൾ ആ 3 ഡൈസും റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണേണ്ട പ്രോബബിലിറ്റി അറ്റ്ലീസ്റ്റ് 1 ഡൈസ് വിൽ ഷോ 6 എന്നാണ്. ഏതെങ്കിലും ഒരെണ്ണത്തിലെങ്കിലും മിനിമം നമുക്കൊരു 6 വീഴണം എന്ന് വെച്ചാൽ നമുക്ക് 2ലും അല്ലെങ്കിൽ 3 ഡൈസിലും 6 വീണാലും കുഴപ്പമില്ല. പക്ഷേ മിനിമം ഒരു ഡൈസിലെങ്കിലും നമുക്ക് 6 എന്നുള്ള നമ്പർ ഉണ്ടാവണം. സോ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പം നമ്മൾ ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ്. അതായത് ഒറ്റ ഡൈസിലും 6 വീഴാത്ത കണ്ടീഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. 1 മൈനസ് കോംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ കണ്ടീഷൻ്റെ പ്രോബബിലിറ്റിയാണ് കിട്ടുക. സോ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഡൈസിൽ പോലും നമുക്ക് 6 വീഴുന്നില്ല. നമുക്കറിയാം ഡൈസിൽ നമുക്ക് 1 2 3 4 5 6 എന്നുള്ള നമ്പേഴ്സാണുള്ളത്. ഒരെണ്ണത്തിൽ പോലും 6 വീഴരുതെന്ന് പറഞ്ഞാൽ നമുക്ക് വീഴാൻ പറ്റാവുന്ന പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ 5 ചോയ്സസ് ആണ്. സോ നമുക്ക് ഒരു ഡൈൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 6 വീഴാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 5/6 ആണ് വരുന്നത്. അതേപോലെ നമ്മൾ അടുത്ത ഡൈസ് രണ്ടും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലി 3 ഡൈസിലും ഒരെണ്ണത്തിൽ പോലും 6 വീഴാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ 3ഉം മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അതായത് 5³ അല്ലെങ്കിൽ 125/216. ഇത് ഒരു ഡൈസിൽ പോലും 6 വീഴാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയാണ്. സോ നമുക്ക് കാണേണ്ടത് എന്താണ്? അറ്റ്ലീസ്റ്റ് 1 ഡൈസ് വിൽ ഷോ 6 എന്നാണ്. അപ്പോൾ നമുക്ക് ഇതിനെ 1ൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. സോ 1 മൈനസ് 125/216 ചെയ്താൽ 216 മൈനസ് 125/216 വിച്ച് ഇസ് ഈക്വൽ ടു 91/216. ഓപ്ഷൻ സി ഈസ് ദി correct answer.